ഹലോ. ഇന്നത്തെ ദിവസം നമുക്കൊരു ട്രേഡും ഓപ്പർച്യൂണിറ്റി എനിക്ക് എൻ്റെ വ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇന്നലത്തെ ഒരു കണ്ടിന്യൂവേഷനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താണെന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ലോയിൽ തന്നെ ഒന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് ഇന്നലത്തെ ആ സ്വിങ്ങിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എടുത്ത് ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ഇന്ന് ഫുള്ളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എൻഡ് ചെയ്തടക്കം ഇന്നലത്തെ ഇന്നത്തെ ലാസ്റ്റ് മൂമെൻറ്റിൻ്റെ ആ ഒരു ഹൈയിലാണ് നമുക്ക് എൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതും മൂവിങ് ആവറേജ് പ്ലസ് CPRൻ്റെ റേഞ്ചിൽ തന്നെയാണ് എൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ എനിക്കൊരു ഇന്നത്തെ ദിവസം ഒരു എൻട്രിയും ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും എൻ്റെ ഒരു വ്യൂവിൽ ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടിയ ഫീൽഡുണ്ട്. അതായത് അതും CPRൻ്റെ ഉള്ളിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ഏകദേശം CPR തന്നെയാണ് കളിച്ചിരുന്നത്. ഹയർ ഹൈ ഉണ്ടാക്കിയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് ഹൈയിൽ തന്നെയാണ് എൻഡാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തേക്ക് എന്തായാലും നല്ലൊരു രീതിയിൽ ബുള്ളിഷാണ് എനിക്ക് വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉള്ളത്. ഏകദേശം ഈ ഒരു റേഞ്ച് വരെയെങ്കിലും നമുക്ക് നാളത്തേക്ക് വരാം. ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് തന്നിട്ട് പിന്നെ അവിടെ പോയി ടച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു വ്യൂവിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ സെയിം അതേപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിഫ്റ്റി ഉണ്ടാവുക, എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കളിച്ച് ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്കാൽപ്പിംഗ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാമായിരുന്നു. 5 മിനിറ്റ് ഓരോരോ 10 മിനിറ്റ് 15 മിനിറ്റിൽ നമുക്ക് എൻട്രി എടുത്തിട്ട് സെറ്റാക്കി ചെയ്യാം. അപ്പോൾ ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് ഇതിൽ വന്ന് എക്സിറ്റ് ആക്കാനുള്ള വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റ ട്രേഡ് ചെയ്യുന്ന കാരണം എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ ട്രേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഒഴിവാക്കായിരുന്നു. പക്ഷേ ഇങ്ങനെ കളിക്കുന്ന ടൈമിൽ നമുക്ക് വലിയ എഫക്റ്റ് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനത് ഒഴിവാക്കി ചെറിയ മൂവ്മെൻ്റ് എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാതെ എപ്പോഴും എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാർഗറ്റ് എടുക്കുക എന്നുള്ള ബേസിലാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇന്നും മൊത്തം എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആകെ കൂടെ 3 ഇൻഡെക്സാണ് നോക്കാറുള്ളത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി പിന്നെ നിഫ്റ്റി, ഇത് 3 എണ്ണമാണ് നോക്കാറുള്ളത്. പിന്നെ മിഡ് ക്യാപ്പ് സെൻസെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ചാർട്ടിൽ ലൈവായിട്ട് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലിപ്പോൾ ഫോക്കസ്ഡല്ല. ഈ ഒരു 3 എണ്ണത്തിലാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് എൻ്റെ ഒരു റേഞ്ച് തട്ടിയിട്ട് മുകളിലോട്ട് CPR റേഞ്ച് വരെ പോയി. ഏകദേശം മൂവ്മെൻറ്റ് എത്ര കിട്ടുമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇവിടെ നിന്ന് എടുത്താൽ കൂടെ നമുക്കൊരു 80 രൂപീസിൻ്റെ, അതായത് എപ്പോഴും പോലെ തന്നെ ഒരു 1:1 അല്ലെങ്കിൽ 1:2 അടുത്ത് കിട്ടാനുള്ളൊരു ചാൻസ് സ്കോപ്പ് കണ്ടായിരുന്നു. പക്ഷേ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന ദിവസം ഒരു ട്രേഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ബേസ് തന്നെയായിരുന്നു. അപ്പോൾ ഡബിൾ മൈൻഡിൽ വേണോ വേണ്ടോ കൊണ്ട് ട്രേഡ് എടുത്തിട്ട് ടെൻഷനാണ് അത്. അപ്പോൾ കൺഫേം ആയിട്ട് പക്കമായിട്ട് അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ അത് ലോസ് വന്നാലും പ്രോഫിറ്റിക്ക് വന്ന് നമുക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ കൺഫ്യൂഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വെറുതെ നോക്കി വട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇന്നത്തെ ട്രേഡ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാക്സിമം ഒഴിവാക്കാൻ നോക്കിയത്. ലാസ്റ്റ് വരെ നമുക്ക് ട്രേഡ് എടുക്കാതെ പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളത്തേക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു റേഞ്ചിൽ മേലേക്ക് വരാനുള്ള റേഞ്ചാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റേഞ്ച് വരയ്ക്ക് നമുക്ക് വരാനാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും താഴേക്ക് തന്നെ ഓപ്പണിങ് ഇട്ടിട്ട് പിന്നെ താഴേക്ക്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്താണ് ഇവിടുത്തെ മേലെ ഈ റേഞ്ചിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നീട് ഡൗൺ ഫോളോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിങ് താഴേക്ക് പോകില്ല എന്നുള്ള പ്രഡിക്ഷനൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ബേസ് നോക്കുമ്പോൾ ഏകദേശം മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് തോന്നുന്നത്. ചെറിയൊരു സപ്പോർട്ട് എടുക്കാൻ താഴേക്ക് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ മാർക്കറ്റ് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് ഓവറോൾ എന്തായാലും ഏകദേശം ചലഞ്ചിൻ്റെ 3/4 ഭാഗമായി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഓവറോൾ എത്രയാണ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എൻ്റെ സ്ട്രാറ്റജി സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം.